സിഹിർ എന്നുള്ള ഈ മാരണം എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇത് മനുഷ്യന്മാർക്ക് ചെയ്യാനുള്ളതോ മനുഷ്യനെ ഇതിനു വേണ്ടി ആളെ പറ്റിക്കാനുള്ളതോ അതിന് ചികിത്സ തേടാനോ അത് വിശ്വസിക്കാനോ അള്ളാഹും അള്ളാഹു റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹിർ ബാധിച്ചിട്ടുമില്ല. നമുക്ക് എവിടെയും പറയാനുള്ളത് മഅസൂമായ റസൂലിനെ സിഹിർ ബാധിച്ചിട്ടില്ല. ആ പറയുന്ന ഹദീസ് അത് വിശ്വസിക്കാൻ എവിടെയും എഴുതി വെച്ചിട്ടുമില്ല. അതുകൊണ്ട് അത്തരം അന്ധമായ വിശ്വാസത്തിലേക്ക് സത്യവിശ്വാസികൾ പോകാൻ പാടില്ല. ഖുർആനിൽ 60ഓളം സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കുന്ന ആളുകൾ കൂടെ ഉണ്ടാവുമല്ലോ. ഒരു മൊഴിജമെടുത്ത് നോക്കിയാൽ എത്ര സ്ഥലത്ത് ഖുർആനിൽ വാക്ക് വന്നിട്ടുണ്ട്. 60ഓളം സ്ഥലത്ത് വന്നിട്ടുണ്ട്. ആ 60ഓളം സ്ഥലത്ത് വന്നത് പരിശോധിച്ച് നോക്കിയാൽ 2 തരം സിഹിറുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് 2 ഉണ്ട്. അത് പഴയ വിഭാഗങ്ങളിൽ ഉപയോഗിച്ചുണ്ട്. അടിസ്ഥാനപരമായിട്ട് 2 ഉണ്ട്. ഒന്ന് ശിർക്കാകുന്ന സിഹിർ, രണ്ടാമത്തത് ശിർക്കാകാത്ത സിഹിർ. ശിർക്കാകാത്ത സിഹിർ എன்ற സംഗതി ഉണ്ടെന്നല്ല, അതാണ് കൂടുതലുള്ളത്. ശിർക്കാകുന്ന സിഹിർ സുഹൃത്തുക്കൾ ചോദിക്കുന്നത് പലരുമായി ക്ലാസ്സുകൾ പറയുമ്പോൾ ചോദിക്കുന്നത് ശിർക്കാകാത്ത സിഹിറോ? സിറൊക്കെ ശിർക്കല്ലേ? സിറൊക്കെ ശിർക്കല്ല. ശിർക്കാകുന്ന ശുദ്ധ ശിർക്കാകുന്ന സിഹിറുണ്ട്, കൂടോത്രമുണ്ട്. ശിർക്കാകാത്ത സിഹിറുണ്ട്. 2 സിഹിർ തന്നെ പറയാം. ശിർക്കാത്ത സിഹിർ അതെവിടെ വന്നത്? ഖുർആനിലെ ഹദീസിലൊക്കെ വന്നത് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. 2 ഖുർആനിൽ വന്നിട്ടുണ്ട്. ഖുർആനെതിരല്ല ഓ കാഫിറാവോ അങ്ങനെ പറഞ്ഞ ഏത് അതെ അത് ഉണ്ടാക്കിയാണ് ഹദീസ് പറഞ്ഞാൽ ശരിയല്ല ഞാൻ പറഞ്ഞത്. അതിൽ പല 6 മാസം ചില്ലറയല്ല 6 മാസം നബിക്ക് ബുദ്ധിക്ക് കുഴപ്പമുണ്ടായിന്ന കുറച്ച് ദിവസമൊന്നുമല്ല. പിന്നെ വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു വക്കാലം വാലിമൂനയും തത്തബിയൂനയില്ല റജുല മസൂറ. അക്രമികളെ പറയാൻ എനിക്ക് സീർ വലിച്ച്. ഇനി സീർ പഴിച്ചൂല എന്നുള്ളത് ഖുർആൻ ഹദീസ് എടുത്ത് ചർച്ച ചെയ്യുന്ന വിഡ്ഢികളാന്നാ പറയാ. വിഡ്ഢികള് ഏതുപോലെ തീയ് തൊട്ടാ പൊള്ളില്ല. ഖുർആനും ഹദീസ് എടുത്ത് തർക്കിക്കുക. തൊട്ടോക്കിയാ പോലെ. അതേമാതിരി സീർ പഴിച്ചെങ്കിൽ ഇവര് ചെയ്യേണ്ടവർ കാണിച്ചെന്നാ മതി. ഇവൻ തന്നെ ഈ പാറാലില് ഈ പ്രസ്ഥാനം പിളർന്ന മുമ്പ് ഈ പറയുന്ന പണ്ഡിതൻ പാറാല് വെച്ച് പ്രസംഗിച്ച പ്രസംഗം കേട്ടോക്ക്. അതിൽ മുഹമ്മദ് നബിക്ക് സിഹിർ വലിച്ചു എന്ന് പറഞ്ഞാൽ ഈമാന് വരെ തെറ്റുവച്ചു എന്ന് അറിയുന്നത്. പിന്നെ സിഹിർ ബാധിക്കുമെന്നും ജിന്ന് മനുഷ്യൻ പ്രവേശിക്കുമെന്നും അതാണ് സലഫി വീക്ഷണമെന്നും അതിനെ നിഷേധിക്കുന്നത് അഖലാനിയത്താണെന്നും നിങ്ങൾ വിദേശ പണ്ഡിതന്മാർക്ക് നൽകിയ കത്തിലെ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആരാണ് കത്തെഴുതിയത്? അവന്റെ അഡ്രസ്സും പേരൊക്കെ ഞാൻ വേണമെങ്കിൽ ചോദിച്ചോ, പറഞ്ഞുതരാം. എന്താ ഇവിടെ സിഹിർ നിഷേധിക്കുക? നിങ്ങളുടെ ഗൾഫിലെ പണ്ഡിതന്മാർക്ക് കത്തൊടുക്കുക, ഞങ്ങൾ സിഹിർ നിഷേധിക്കുന്ന അഖലാനികളാണ്. ഇതാണ് കാപട്യം, ഇതാണ് വ്യതിയാനം. അതുകൊണ്ട്